സല്യൂട്ട് ഭാരത്. ഇന്ന് സല്യൂട്ട് ഭാരതിൽ നമ്മുടെ അതിഥിയായുള്ളത് BJP വക്താവ് ശ്രീ റെജി ലൂക്കോസ് ആണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, നമ്മൾ ഇന്നിവിടെ ഒരല്പം ദേശീയ രാഷ്ട്രീയത്തിൽ രണ്ട് സംസ്ഥാനങ്ങളിലെ BJPയുടെ വളർച്ചയും BJP അടുത്ത മറ്റൊരു സംസ്ഥാനത്തിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ്. സസ്പെൻസ് പൊളിക്കാം, മറ്റൊന്നുമില്ല. ബംഗാളില് ഇന്ന് സുബേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സർ, അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും സർജിക്കൽ സ്ട്രൈക്കിന് ഫലം കണ്ടിരിക്കുന്നു. നമ്മള് അവിടെ നിന്ന് സാർ ഇതൊന്ന് വിവരിക്കുക. ശേഷം നമ്മൾ പോകുന്ന തമിഴ്നാട്ടിലേക്കാണ്. അവിടെ BJPക്ക് എന്താണ് സംഭവിച്ചത്? അണ്ണാമലൈ എന്നൊരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇപ്പോ ചിത്രത്തിൽ BJP ഇല്ല. സർ, തുടക്കത്തിലെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് രണ്ടാമത്തേതിലേക്ക് പോകാം. ഒന്ന് തുടങ്ങാം, പറഞ്ഞു വരാം. തീർച്ചയായിട്ടും പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്, പശ്ചിമ ബംഗാളിലെ ജനങ്ങള് വാസ്തവമാണ് അവർ സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളെല്ലാം നേടിയെടുത്ത ഒരു സുവർണ ദിവസമായിരുന്നു. അങ്ങ് സൂചിപ്പിച്ച പോലെ 34 നീണ്ട വർഷം ഭരിച്ച CPM, അതിനുശേഷം 15 വർഷക്കാലത്തോളം ഭരിച്ച മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്, ഈ രണ്ടും കൂടി 49 വർഷം, ഏതാണ്ട് 1/2 നൂറ്റാണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ യാതൊരുവിധ മനുഷ്യാവകാശങ്ങളും ഇല്ലാതെ കൊണ്ട്, സ്വാതന്ത്ര്യമില്ലാതെ കൊണ്ട്, രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ലാതെ കൊണ്ട്, ഗുണ്ടകളുടെ കരങ്ങളിൽ തകർന്നടിഞ്ഞ ഒരു സംസ്ഥാനമായിരുന്നു പശ്ചിമ ബംഗാൾ. നമുക്കറിയാം, 34 വർഷക്കാലത്തിൽ 2 മുഖ്യമന്ത്രികളാണ് ഇന്ത്യ ദർശിച്ചത് ഈ CPM ഭരണത്തിൽ. ഒന്ന് ജ്യോതി ബാസുവും, രണ്ടാമത് നമ്മുടെ ഭട്ടാചാര്യ. അതെ, ഭട്ടാചാര്യ. ഈ രണ്ടുപേരും വ്യക്തിപരമായ രീതിയിൽ ഈ കേരളത്തിലെ പിണറായി വിജയനുമായിട്ടൊന്നും ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. കാരണം കുറച്ചുകൂടെ ഒരു മാന്യന്മാരായ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അവിടെ നടന്നത് ശരിക്കും പറയുന്നത് CPMന്റെ ഗുണ്ടാരാജായിരുന്നു, ഏകാധിപത്യമായിരുന്നു. CPMനെ തകർത്ത് CPM ആ പശ്ചിമ ബംഗാൾ എന്ന് പറഞ്ഞ മനോഹരമായ ടാഗോറിന്റെ നാട്, അങ്ങനെ ചരിത്രപ്രധാനമുള്ള ഒരുപാട് സ്വാതന്ത്ര്യ സമരത്തിന് സേവനം ചെയ്തിട്ടുള്ള ചരിത്ര പശ്ചാത്തലം ഉറങ്ങുന്ന മനോഹരമായ ആ പശ്ചിമ ബംഗാളിലെ തകർത്ത് തരിപ്പണമാക്കി. ജനങ്ങൾ പട്ടിണിയിൽ പരിമിതമായി, മിണ്ടാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ല. അതിനുശേഷം മമതാ ബാനർജി ശരിക്കും കിരാത വാഴ്ചയായിരുന്നു. ഈ CPMന്റെ ഗുണ്ടകൾ ഒറ്റക്കെട്ടായിട്ട് ഈ മമതാ ബാനർജിയുടെ പാർട്ടി ചേരുകയും ആ ഗുണ്ടാരാജ് വാസ്തവമാണെന്നുണ്ടെങ്കിൽ, ഞാൻ പശ്ചിമ ബംഗാളിൽ 2-3 തവണ എലാബറേറ്റ് യാത്ര ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് വിസിബിൾ ആണ് അവിടുത്തെ ഗതികെട്ട ജനതയുടെ ജീവിതം. അർത്ഥപട്ടിണിക്കാരാണ്. സൊമാലിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ചെറു പതിപ്പ് തന്നെയായിരുന്നു സത്യം പറയുകയാണെന്നുണ്ട് ഈ രണ്ട് എന്താ പറയാ വിരുദ്ധരായ രാഷ്ട്രീയ കക്ഷികൾ ഭരിച്ച സംസ്ഥാനം. അതാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ നൽകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രകൃതി സമ്പത്തുള്ള പശ്ചിമ ബംഗാളിനെയാണ് ഇവർ തകർത്ത് മുടിച്ചത്. ആ സംസ്ഥാനത്തെ ഇപ്പോൾ അധികാരത്തിലേറുന്നതിന് അദ്ദേഹം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തതിന് മുമ്പ് തന്നെ അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, അവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് CPMന്റെ പല 10-15 വർഷമായിട്ട് അടഞ്ഞു കിടന്നിരുന്ന ഓഫീസുകൾ തുറന്നു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസുകൾ തുറന്നു, BJPയുടെ പാർട്ടി ഓഫീസുകൾ തുറന്നു. അപ്പൊ ആലോചിക്കുക, സ്വാതന്ത്ര്യം, അതാണ് ഞാൻ പറഞ്ഞത്, സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടുകയായിരുന്നു. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് നമുക്ക് പാഠം പഠിക്കേണ്ടത്, ഇന്ത്യയുടെ ജനാധിപത്യം യഥാർത്ഥത്തിൽ ആരുടെ കരങ്ങളിലാണ്? BJPയുടെ കരങ്ങളില്ല. കാരണം BJP ഭരിക്കുന്ന ഒരു ജനാധിപത്യ ഹത്യയില്ല, മനുഷ്യന് സ്വാതന്ത്ര്യമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ സാഗർഫിയോട് പറയാണ്, ഉത്തർപ്രദേശ് എന്നുള്ള സംസ്ഥാനത്ത് മാതൃക. ഞാൻ ഒരു യാത്ര ചെയ്തപ്പോൾ മുലായം സിംഗ് യാദവിന്റെ ജ്യേഷ്ഠ സഹോദരന്റെ മകൻ നടത്തുന്ന ഒരു സ്കൂള്, അഖിലേഷ് യാദവിനായിരുന്നു പാർട്ണർഷിപ്പ് ഉണ്ട്. ആ സ്കൂളിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എന്റെ കസിനോടൊപ്പം ഞാനവിടെ പോയി. അവിടെ ചെന്നു. അദ്ദേഹമാണ് ആ സ്കൂളിന്റെ അഡ്വൈസർ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പറയുന്ന വ്യക്തി തന്നെ പറയുന്നു, യോഗി ആദിത്യനാഥ് അധികാരത്തിലേറിയതിനു ശേഷം ഇവിടുത്തെ ഗുണ്ടകളെ മുഴുവൻ ഒതുക്കി. ഇന്ന് ഏത് പാതിരാത്രിക്ക് ഏതൊരു മനുഷ്യനും UPയിലൂടെ യാത്ര ചെയ്യാം, ഏത് സമയത്തും. നിങ്ങളുടെ കേരളം പോലെ സുരക്ഷിതമാണ്, ഒരു പക്ഷെ അതിലുപരി സുരക്ഷിതമാണെന്ന് UP എന്ന് പറയുന്നു. ആരെങ്കിലും അദ്ദേഹത്തിന്റെ എതിർചേരിയിലുള്ള യോഗി ആദിത്യനാഥിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് കയറി പറയുകയാണ്. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. അതായത് സാർ, ഇന്ന്
അവിടെ നമ്മുടെ അവിടെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ ശേഷം സുവേന്ദു അധികാരി വേദിയിൽ എല്ലാവരെയും അദ്ദേഹം ചെന്ന് ഇങ്ങനെ ആലിംഗനം ചെയ്യുമ്പോൾ ഈ യോഗി ആദിത്യനാഥൻ അദ്ദേഹത്തിന്റെ കഴുത്തിൽ നിന്ന് ഒരു ഷോൾ എടുത്ത് അദ്ദേഹത്തെ അണിയിക്കുമ്പോൾ വൻ കരഘോഷമാണ് അവിടെ നടക്കുന്നത്. യോഗി ആദിത്യനാഥിന് എത്ര അപ്രീസിയേഷൻ ആണ് ഉള്ളതെന്ന് അവിടെ വ്യക്തമാവുന്നുണ്ട്. പറഞ്ഞോളൂ സാർ. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും നമ്മൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ പല വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ട്, പല ഡിബേറ്റിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്റെ ഇപ്പോഴും ആ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. 1.5 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഏത് പാതിരാത്രിക്ക് ആർക്കും പോവാം, മറ്റത് ഗുണ്ടകളുടെ തേർവാഴ്ചയായിരുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, നിങ്ങളെ പിടിച്ചു പറിക്കുക, ഇതൊന്നും ആ സംസ്ഥാനത്തിന് ഇപ്പം ഒരു ക്ലീൻ സ്റ്റേറ്റ് ആയി മാറി UP. നമുക്ക് അതിലെ സഞ്ചരിക്കുമ്പോൾ പോലും ബോധ്യമാകും. സഞ്ചാര സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനം മാറ്റി. ആ യോഗി ആദിത്യനാഥിനെ ഇന്ന് ഒരു അധികാരി കെട്ടിപ്പിടിച്ചപ്പോൾ അദ്ദേഹം ഷോൾ അണിച്ചപ്പോൾ കിട്ടിയ കരഘോഷം ഞാൻ ജനൻ ലൈവ് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ കുളിര് പോയിട്ടുണ്ട്. കാരണം യോഗി ആദിത്യനാഥ് പറയുന്ന മനുഷ്യസ്നേഹിയായ പുരോഗമന ആശയങ്ങളുള്ള പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടിയ വെസ്റ്റ് ബംഗാളിലെ ജനങ്ങൾ കൊടുത്ത ആദരവാണ്. അത് തന്നെയാണ് നമ്മൾ പറയാൻ കാരണം. ഇന്ന് യുപിയിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും അതുപോലെ തന്നെ മറ്റ് രാജസ്ഥാനിലാണെങ്കിൽ മറ്റു പല 19ഓളം 20ഓളം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ന് നേടിയെടുത്തിരിക്കുന്ന പുരോഗതി വലുതാണ്. ഞാൻ ഒരു ചെറിയ എക്സാമ്പിളോട് UP ഒന്ന് ആഡ് ചെയ്യാം. നമ്മുടെ മുഖ്യമന്ത്രി 35 തവണ, അതിൽ 25 തവണ ലോകം ചുറ്റിയിരുന്നു, സുഖവാസം നടത്തിയത് ഭാര്യയും മകളുമായിട്ട് നമ്മൾ നികുതിപ്പണം കൊണ്ട് ദൂർത്തടിച്ചത് 250 കോടി ദൂർത്തടിച്ചത് നിക്ഷേപ സമാരംഭം ഒറ്റ ഇന്ത്യൻ വഴി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. എന്നാൽ യോഗി ആദിത്യനാഥ് 8 വർഷത്തിനിടയിൽ അദ്ദേഹം 2 തവണ വിദേശത്ത് പോയിട്ടുള്ളൂ. 86 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കൊണ്ടുവന്നു. സ്വമേധയായി UPയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ ക്യൂ നിന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് അപ്പോൾ ആ സംസ്ഥാനത്തിന് നേടിയെടുത്തിരിക്കുന്ന വ്യവസായ രംഗത്തെ വളർച്ചയും ജനസുരക്ഷിതത്വവും ഇന്ന് ഇന്ത്യക്കും ലോകത്തിന് മാതൃകയാണ്. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. വെസ്റ്റ് ബംഗാളിൽ സമത്വം ആർക്കും പ്രവർത്തിക്കാൻ, എങ്ങനെയും പ്രവർത്തിക്കാൻ ഉള്ള അവകാശമുണ്ട്. ഇനി ഒറ്റ മറുപടികൾ പറയാം. വെസ്റ്റ് ബംഗാളിൽ നിന്നും കഴിഞ്ഞ 8 ദിവസത്തിനുള്ളിൽ, അതായത് കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ ബംഗ്ലാദേശിന്റെ അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് പോകാനായിട്ട് 10,000 കണക്കിന് ബംഗ്ലാദേശികൾ അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുക, പലരും ഓടി പാലായനം ചെയ്യുക. അതിന്റെ അർത്ഥം എന്താ? വെസ്റ്റ് ബംഗാളിൽ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വരുന്ന ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളെ അവർക്ക് ID കാർഡ് എല്ലാം കൊടുത്ത് അവരുടെ വോട്ട് നേടിക്കൊണ്ടാണ് ദേശത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു വെല്ലുവിളിച്ചുകൊണ്ട് ഈ മമതാ ബാനർജി അവിടെ 15 കൊല്ലം ഭരിച്ചതിന്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ആ കാഴ്ചകൾ. BBC വരെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ കേന്ദ്ര സർക്കാർ അമിത്ഷാജിയും നരേന്ദ്രമോദിജിയും ഇവിടെ ജനങ്ങളോട് പറഞ്ഞെന്താ? വെസ്റ്റ് ബംഗാളിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന പശ്ചിമ ബംഗാളിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന വെസ്റ്റ് ബംഗാളിലെ നുഴഞ്ഞുകയറ്റക്കാരെ ഞങ്ങൾ പുറത്താക്കും. അത് ഏത് രാജ്യത്താണ് ചെയ്യേണ്ടതല്ലേ? അത് ആലോചിക്കേ. ഈ കേരളത്തിൽ നിന്നും കഴിഞ്ഞ 30 ലക്ഷത്തോളം ഇവിടെ പണിയെടുക്കുന്ന ബംഗാളികളിൽ നിന്നും വിശേഷിക്കപ്പെടുന്നവര് ഇവിടുന്ന് വോട്ട് ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് കടന്നുപോയി. അവരിൽ നല്ലൊരു ശതമാനം ഇനി തിരിച്ചു വരുന്നതിന് കാരണം അവർ ബംഗ്ലാദേശികളായിരുന്നു. അതാണ് പറയുന്നത്. അമിത്ഷാജിയുടെയും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ രാജ്യത്തിലെ ലോകത്തിന്റെ പുരോഗതി നെറുകയെത്തിച്ചവരുടെ ഭീഷണപരമായിട്ടുള്ള ഭീഷണവും മാജിക്കുമാണ് വെസ്റ്റ് ബംഗാളിലെ ജനങ്ങൾ ഒരു മോചനത്തിനായി BJPക്ക് വോട്ട് ചെയ്യുകയും ഇന്ന് BJPയുടെ മുഖ്യമന്ത്രിയെ അധികാരത്തിൽ എത്തുകയും ചെയ്തത്. ഇനി ബംഗാൾ വലിയ രീതിയിൽ ഉയരും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇനി കേരളത്തിലേക്ക് വന്നാൽ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, ഞാൻ ഇടപെടുക സാർ. നമ്മൾ തമിഴ്നാടാണ് കമ്പയർ ചെയ്തത്, ബംഗാളും തമിഴ്നാടുമാണ് കമ്പയർ ചെയ്തത്. കാര്യം തമിഴ്നാട്ടില് ഇപ്പോ വിജയ് അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതെ സാർ പറയണം സാർ. ഞാൻ തമിഴ്നാട്ടിലേക്ക് വന്നത് എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ BJP കാര്യമായ രീതിയിൽ പ്രസൻസ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നില്ലെന്നാണ് ചോദ്യം. സാർ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അതായത് നമ്മൾ ചോദിച്ച ചോദ്യം, അണ്ണാമലയെ പോലെ ഉള്ള ഒരു നേതാവിനെ ഈ പറയുന്ന തമിഴ്നാട്ടിൽ ഉയർത്തിക്കാട്ടിയിട്ട് പിന്നീട് അങ്ങോട്ട് എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരു നല്ല മാറ്റം ഉണ്ടായി വന്നതാണ്, BJPക്ക് ഒരു മാറ്റം ഉണ്ടായി വന്നതാണ്. പിന്നീട് എന്ത് സംഭവിച്ചു? കാര്യം ADMK ഒപ്പം നിന്നു, DMK ഒപ്പം നിന്നു,
എന്നിട്ടും ഇപ്പോൾ ഫലത്തിൽ ഒരു MLA എങ്ങാണ്ടേ ഉള്ളൂ, ഒരു MLA എങ്ങാണ്ടേ BJPക്ക് അവിടെ ഉള്ളൂ. അണ്ണാമലയെ കൊണ്ടുവന്നു. ശരിക്കും എത്ര നാൾ കൊണ്ട് തമിഴ്നാട്ടിൽ BJP രാഷ്ട്രീയം ഒന്ന് പുഷ്ടി പിടിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്ട്രോങ് ആയിത്തീരും? BJP രാഷ്ട്രീയം തമിഴ്നാട്ടിൽ ഇനി എന്നത്തേന് ഒന്ന് സ്ട്രോങ് ആയിത്തീരും? അതൊന്ന് പറയാമോ സാർ? എന്താണ് സാർ എന്റെ തടസ്സം? നല്ല ചോദ്യം. BJPക്ക് അവിടെ ഒരൊറ്റ MLA ഉള്ളത് ഊട്ടി എന്നുള്ള MLA ആണ്. അവിടെ DMK അവരുടെ പ്രസൻസ് കാര്യമായി കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് BJP അവിടെ വലിയ പ്രസൻസ് കാണിക്കുന്നത്, BJP അവിടെ വലിയ രീതിയിൽ മുന്നോട്ട് വരുന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിൾ ആണ്. കാരണം ഇപ്പൊ അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു മുൻ IPS ഉദ്യോഗസ്ഥൻ അവിടെ വന്നു, BJPയുടെ തലപ്പത്ത് വന്നു, BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി. അണ്ണാമലയ്ക്ക് പറ്റിയ ഒരു ദോഷം എന്ന് പറയുന്നത് എന്റെ നിരീക്ഷണത്തിൽ അതേ ഒരു വൺ മാൻ ഷോ ആയിരുന്നു. അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റു BJPയുടെ പുത്രക്കില്ല. BJPയോട് താല്പര്യമുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ കാര്യമായ രീതിയിൽ അവരെ പ്രസന്റ് ചെയ്യുന്നതിൽ അവിടുത്തെ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടു. പക്ഷേ ഞാൻ ഉറപ്പു പറയുന്നു, BJP ഈ ബഹുമാനപ്പെട്ട അമിത്ഷാജിയും നരേന്ദ്രമോദിയും ഇത് വെസ്റ്റ് ബംഗാളിലെ പോലെ തന്നെ തമിഴ്നാട്ടിലും വന്ന് പ്രസൻസും അവരുടെ ആഹ്വാനങ്ങളും BJP എന്തുകൊണ്ടുകൂടെ വരണം എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയാൽ കൃത്യമായിട്ട് ഞാൻ പറയാം, അവിടെയും BJP വളരും. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അവിടെ ദ്രാവിഡ പാർട്ടികളുടെ ദ്രവീഡിയൻ കൾച്ചറുള്ള ഒരു സംസ്ഥാനത്ത് അവിടെ ഒരു ഹിന്ദി വിരുദ്ധതയും ദേശീയ വിരുദ്ധതയും പ്രചരിപ്പിക്കുന്നതിൽ ഈ DMK ഒക്കെ വലിയ രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. അതിൽ നിന്ന് ജനങ്ങളെ മാറ്റം വരുത്തി യുവാക്കളെ കയ്യിലെടുത്തുകൊണ്ട് ഒരു സംശയം, അതിന്റെ ഏറ്റവും തെളിവല്ലേ നമ്മുടെ കേരളം. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ തകർക്കാൻ അതൊരു വർഗീയ പാർട്ടിയാണെന്നും കേന്ദ്ര സർക്കാർ നമ്മളെ ദ്രോഹിക്കണമെന്നുള്ള കള്ളക്കഥകളും വ്യാജ വാർത്തകളും ചമച്ച മാധ്യമങ്ങൾ ഇന്നെന്താ പറയുന്നത്? വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 3 സ്ഥലത്ത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ BJPയുടെ പ്രാധാന്യം ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും ഭരണകക്ഷിയിലേക്ക് വരുന്നവരും തിരിച്ചറിഞ്ഞു. അവർ പറഞ്ഞല്ലോ, BJPയുടെ വളർച്ച ശ്രദ്ധിക്കണം, കേരളത്തിൽ BJP വളരുന്നു. കാരണം കേരളത്തിലാണ് BJPയെ പിടിച്ചു കിട്ടാൻ ഇവര് കുൽസിത ശ്രമങ്ങൾ നടത്തിയത്. അത് തകർന്നുപോയില്ലേ? 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തി. ഇപ്പൊ പാലായിൽ ജോസ് കെ മാണിയായിട്ട് ഷോൺ ജോർജിന്റെ വ്യത്യാസം 1200 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ എത്രയോ മണ്ഡലങ്ങളിൽ 20,000-നും 30,000-നും മുകളിൽ വോട്ട് തേടി ഏതാണ്ട് 25-26 നിയോജകങ്ങളുണ്ട്. എന്റെ കണക്കുണ്ട്. അപ്പൊ കേരളത്തിൽ ഈ വലിയ പുതുപ്പ് നേടാമെങ്കിൽ ഉറപ്പായിട്ടും ദേശീയ തലത്തിൽ ഒരു വലിയ ഒരു പ്രൊപ്പഗാൻഡ, ഒരു പ്രചരണങ്ങൾ തമിഴ്നാട്ടിൽ ജനങ്ങളെടുത്ത് യാഥാർത്ഥ്യങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ BJP നേടിയെടുത്ത നേട്ടങ്ങൾ, രാജ്യം ലോകത്തിന് മുമ്പിൽ വന്നിരിക്കുന്ന കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളും പ്രചരിപ്പിച്ചാൽ വലിയൊരു ടാസ്ക് ആണ്. എങ്കിലും അമിത്ഷാജിയെ പോലെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇന്ത്യക്ക് ഒരു മാതൃകയായ ഒരു ഭരണാധികാരി, ആഭ്യന്തരമന്ത്രി, അതുപോലെ ലോകത്തിന്റെ ഏറ്റവും വലിയ നായകനായിട്ട് 100 ദശലക്ഷം ആളുകൾ പിന്തുടരുന്ന മോദിജി, ഇവരെ പോലുള്ളവരെ കൃത്യമായ രീതിയിൽ തമിഴ്നാട്ടിൽ അവതരിപ്പിച്ചാൽ എന്റെ വിശ്വാസം തമിഴ്നാട് വളരെ ഗ്രാജുവലായിട്ട് കേരളത്തിനൊപ്പം BJPക്ക് വളക്കൂറുള്ള മണ്ണായി മാറുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇപ്പോഴത്തെ സർക്കാരിനെ നോക്കി ഇന്നിപ്പോ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ വിജയ് എന്ന് പറയുന്ന വ്യക്തി എന്താണ് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെറും താരാരാധന, ഞാനൊന്ന് ഇടയ്ക്ക് ഇടപെട്ടോട്ടെ സാർ? ഒരു ചെറിയ ചോദ്യം. സാറ് പറഞ്ഞു അണ്ണാമലയെ കൊണ്ടുവന്നു. അണ്ണാമല എന്ന IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് അത്ര കണ്ട് ശ്രദ്ധ ആകർഷിക്കാൻ അദ്ദേഹം എന്ന് പറഞ്ഞ IPS ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ ഉടുപ്പൂരി വെച്ചിട്ടല്ല അദ്ദേഹം ജനമധ്യത്തിലേക്ക് ഇറങ്ങിയത്. കാര്യം ഒരു ജനകീയ നേതാവ് ആകണമെങ്കിൽ ജനമധ്യത്തിൽ ഇറങ്ങണം, ജനങ്ങളുമായി ഇടപഴകണം. 2, സാറ് പറഞ്ഞ മറ്റൊരു പോയിന്റ്, ദ്രാവിഡ പാർട്ടിയുടെ സ്ഥലമാണ്. അവിടെ ഈ DMKയും ADMKയും ഈ പറയുന്ന അവരുടെ നാടിന്റെ മഹിമ അതൊരു കള്ളത്തരമാണ് എന്നുള്ളത് പൊളിച്ചെടുക്കാൻ, കാര്യം ബംഗാളിൽ അത്തരം ഒരു കള്ളത്തരമാണ് മമത കളിച്ചുകൊണ്ടിരുന്നത്. സാർ, ആ കള്ളത്തരം പൊളിച്ചെടുക്കാൻ അത്ര കണ്ട് വിയർക്കേണ്ടി വരുമോ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും? വരില്ല എന്നാണ് എന്റെ വിശ്വാസം. അത്ര കാരണം എന്താ വെച്ചാല് അതൊരു കൃത്യമായ ലീഡർഷിപ്പ്. താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാ. ഒരു IPS ഉദ്യോഗസ്ഥന്റെ സകല ചേരുവകളും ജനങ്ങളോടൊപ്പം സഹകരിക്കുമ്പോൾ ഒരാൾ പുറത്തോട്ടാൽ ജനങ്ങൾക്ക് ഒരിക്കലും അത് റീച്ച് ആകത്തില്ല. അവിടെ പൊളിറ്റിക്സിൽ നിറഞ്ഞാടുന്ന താരതമ്യേന യുവ നല്ല നേതാക്കളെ വാർത്തെടുത്താൽ ഉറപ്പായിട്ടും തമിഴ്നാട്ടിൽ വലിയ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. കാരണം വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന വലിയൊരു ടാസ്കിനെ 1/2 നൂറ്റാണ്ടിന് ശേഷം പുറത്താക്കാൻ പറ്റിയെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി നിശ്ചയമായിട്ടും നരേന്ദ്രമോദിയും അമിത്ഷാജിയും മനസ്സ് വെച്ച്
അവിടെ നല്ല പ്രൊപ്പാഗൻഡ കൊടുത്താൽ തീർച്ചയായിട്ടും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ BJPക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. കാരണം വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നു. ക്രൂര മാനസികാവസ്ഥയുള്ള ഗുണ്ടാരാജിനെ കൊണ്ട് മാത്രം ഭരിച്ചിരുന്ന രണ്ട് പ്രമുഖ കക്ഷികൾ, ഒന്ന് CPM, രണ്ടാമത് തൃണമൂൽ കോൺഗ്രസും. ഇവരെ പുറത്താക്കാനായിട്ട് ജനങ്ങളോട് അമിത്ഷാജി അവിടെ ക്യാമ്പ് ചെയ്ത് ജനങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾക്കുള്ള എന്താണ് ആവശ്യം, നിങ്ങളുടെ സ്വാതന്ത്ര്യമില്ലായ്മ, നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ, നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ, വിദ്യാഭ്യാസ മേഖലയാണ് വെസ്റ്റ് ബംഗാളിൽ ഏറ്റവും താഴ്ന്നത്. സ്കൂളുകളോ അക്ഷരാഭ്യാസങ്ങളോ ലഭിക്കാനുള്ള സാധ്യതകളോ വളരെ കുറവായിരുന്നു. ഇപ്പൊ അതിന്റെ ഗ്രാമപ്രദേശങ്ങളിലെ യാത്ര ചെയ്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതൊക്കെ ഈ നമ്മുടെ ഗവൺമെന്റ് തരുമെന്നും വിദേശ പൗരന്മാരെയും ശക്തികളെയും നമ്മുടെ നാട്ടിൽ നിന്നും ഓടിക്കുമെന്നും പറഞ്ഞ് അവിടെ പ്രചരണം നടത്തി കൃത്യമായ രീതിയിലുള്ള പ്ലാനിങ്ങോടുകൂടി അവിടെ ഭരണത്തിലേക്ക് എത്തിയെങ്കിൽ പോലെ ഒരു മുഖ്യമന്ത്രി തമിഴ്നാട്ടിനുണ്ടാവും. ഇപ്പൊ എന്തായാലും 2023 ഇലക്ഷൻ നടന്നാലും അല്ലെങ്കിൽ 2031 കേരളം BJP. താങ്കൾ പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റ് ആണ്. അതായത് താങ്കൾ പറഞ്ഞ ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം സാർ. അതായത് നമ്മുടെ പ്രാർത്ഥനാ സ്വാതന്ത്ര്യം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഈ പറയുന്ന കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ അടങ്ങുന്ന DMK, അതായത് തിരുപ്പരംകുന്றம் എന്ന് പറയുന്ന മുരുകന്റെ ആരാധനാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് അവിടുത്തെ പിന്നെ തമിഴർ ഇറങ്ങുമ്പോൾ ആ മുരുക ഭക്തിയെ പോലും ചോദ്യം ചെയ്യത്തക്ക രീതിയിൽ ഇല്ലാക്കഥകൾ ഉണ്ടാക്കി ആ കേസ് സുപ്രീം കോടതിയിൽ വരെ എത്തിച്ച പാർട്ടിയാണ് ഈ DMK എന്ന് പറയുന്ന പാർട്ടി. അതായത് സാർ എന്ന വ്യക്തിക്കും ഇപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തിക്കും നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, അത് പ്രാർത്ഥനാ സ്വാതന്ത്ര്യമാണ്. ആ പ്രാർത്ഥനാ സ്വാതന്ത്ര്യം പോലും ചോദ്യം ചെയ്ത എന്ത് ദ്രാവിഡ മുന്നേറ്റ കഴകമാണ് സാർ അവിടെ ഉള്ളത്. അപ്പൊ ഏതായാലും ഇതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. കാര്യം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടതാണ് പ്രാർത്ഥനാ സ്വാതന്ത്ര്യം. അതാ പറഞ്ഞത്, പ്രാർത്ഥനാ സ്വാതന്ത്ര്യം എന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വാസ സ്വാതന്ത്ര്യം. അതിനെ വിലക്കേൽപ്പിക്കുന്നവര് ശരിക്കും അരക്ഷിത സൃഷ്ടിക്കുന്നവരാണ്. അവരെ പോലെ ഉള്ളവരെ സത്യത്തിൽ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്കാണ് എടുത്തെറിയേണ്ടത്. അതുപോലെ തന്നെ ഞാൻ ആഡ് ചെയ്തു, ബംഗാളിൽ മുഹറമൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ ഹൈന്ദവ ആചാരങ്ങൾക്ക് അവരെ വിലക്കാം. മുഹറത്തിന്റെ ഘോഷയാത്ര കഴിഞ്ഞിട്ടുണ്ട് മറ്റെന്തെങ്കിലും ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ട ഘോഷയാത്ര ഉണ്ടെങ്കിൽ അവിടെ നടത്താൻ പറ്റുമല്ലോ. അവിടെ 1800 ക്ഷേത്രങ്ങൾ ബംഗാളിൽ പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. ഈ 2 വർഷങ്ങളോടെ കൂടിക്കൊണ്ട് ഇത് തന്നെയാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞത്, മനുഷ്യന്റെ മൗലികമായിട്ടുള്ള അവകാശങ്ങളിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഏറ്റവും വലിയ റൈറ്റ് അവകാശം എന്ന് പറയുന്നത് പ്രാർത്ഥനാ സ്വാതന്ത്ര്യമാണ്. അതിന് വിലക്ക് ഏർപ്പെടുത്താനായിട്ട് സുപ്രീം കോടതി പോയ ഈ രാഷ്ട്രീയ കക്ഷിക്കെതിരെ അവിടെ പിന്നെ പ്രചരണം നടത്തി ഞങ്ങൾ വന്ന ചിത്രം ആർക്കും സ്വാതന്ത്ര്യത്തോടുകൂടി അവരുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും അവരുടെ പ്രാർത്ഥനകൾ നടത്താൻ പറ്റും. അതുപോലെ തന്നെ വികസിതമായിട്ടുള്ള വലിയ രീതിയിലുള്ള കുതിപ്പിന് അവകാശം മറ്റു സംസ്ഥാനങ്ങളെ പോലെ ഇവിടെ ഉണ്ടാകുന്ന പ്രചരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ അത്യാവശ്യം വിദ്യാഭ്യാസ മേഖലകളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജനങ്ങളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അവിടെ BJP അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഞാൻ നിരന്തരം തമിഴ്നാട് യാത്ര ചെയ്യുന്നതാണ്. അപ്പൊ ആ നാടുമായിട്ട് അടുത്ത ബന്ധത്തിലേക്ക് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അതിന് കേപ്പബിൾ ആയിട്ടുള്ള 2 നേതാക്കന്മാരാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് നരേന്ദ്രമോദിയും രണ്ടാമത് അമിത്ഷാജിയും. താങ്ക് യു സാർ. നന്ദി.